ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ യൂണിറ്റ് 3 വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കൊരു ഡയഗ്രാം കാണാം, ഒരു പൈ ഡയഗ്രാം കാണാം. അതിൽ വെർബൽ കോൺവെർസേഷനും നോൺ വെർബൽ കോൺവെർസേഷനും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ്. ഇതിൽ നോക്കൂ, വെർബൽ 35%ഉം നോൺ വെർബൽ 65% ആണ് കാണിക്കുന്നത്. എന്താണ് വെർബൽ കോൺവെർസേഷൻ, എന്താണ് നോൺ വെർബൽ? വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് വാക്കാലുള്ള കോൺവെർസേഷനെയാണ്, കമ്മ്യൂണിക്കേഷനെയാണ്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കാതെ, അത് അതിൻ്റെ എക്സാമ്പിൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ ഓഫ് വോയിസ്, മൂവ്മെൻറ്റ്, അപ്പിയറൻസ്, ഐ കോണ്ടാക്റ്റ്, ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വാക്കാൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോണ്, മൂവ്മെൻറ്റ്, അപ്പിയറൻസ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു ഭാഗത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് നോൺ വെർബൽ വെർബലും നോൺ വെർബലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഡയഗ്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് വെർബൽ കമ്മ്യൂണിക്കേഷനെ പോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും പ്രാധാന്യം നൽകണം എന്നർത്ഥം. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടു അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫൺ അണ്ടർസ്റ്റുഡ് മെയിൻലി ആസ് എ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ആൾസോ ബി നോൺ വെർബൽ. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ യൂണിറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കുക. ടു അണ്ടർസ്റ്റാൻഡ് സം ഫീച്ചേഴ്സ് ഓഫ് എ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദി ഓറൽ ആൻഡ് റിട്ടൺ മോഡ്സ്. ടു അണ്ടർസ്റ്റാൻഡ് some features of non-verbal communication, signs, symbols, gestures, body language, etc. To consider some barriers of communication. ഇതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സും നമ്മൾ വിശദമായിട്ട് ഇതിലൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് നമ്മൾ ചെറിയ പോയിൻറ്റ്സ് മാത്രമായിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോൾ, in this unit we will discuss the various means of communication, that is through the different modes. It's important to note the communication can be through the words, oral, written, but also through the other means. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഓറൽ, റിട്ടൺ ഫോംസ് ഒക്കെ ആയിട്ടാണ്. അതല്ലാത്ത കുറച്ച് മോഡ്സ് കൂടി ഉണ്ട്. മോസ്റ്റ് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾസോ ത്രൂ ബോഡി ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ശരിക്കും ബോഡി ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതൊരു ഒരു ഭാഷ തന്നെയാണ്. നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു, ആ ശരീരം എങ്ങനെ ചലിക്കുന്നു, സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെ നിൽക്കുന്നു, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതൊക്കെ ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൂടി ഇതിൽ സ്വാധീനിക്കുന്നുണ്ട്. യു മൈറ്റ് വണ്ടർ വിച്ച് മോഡ് ഈസ് ബെറ്റർ. ദ ആൻസർ ഈസ് ആൾ മോഡ്സ് ആർ ഗുഡ്. ഏതാണ് ഇതിൽ നല്ലത് എന്ന് ചോദിച്ചാൽ എല്ലാം വേണം. നമ്മൾ വെറുതെ സംസാരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ശരീരം അതിനോടൊത്ത് ഒരു ലാംഗ്വേജിൽ പ്രവർത്തിക്കണം. ബട്ട് വി ഷുഡ് നോ വെൻ ടു യൂസ് ദാറ്റ്. ഇൻ ദ ഫോളോയിങ് സെക്ഷൻ വി വിൽ ടോക്ക് അബൌട്ട് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഓഫ് ഈച്ച് മോഡ് ആൻഡ് ഒക്കേഷൻ ഓഫ് ദെയർ യൂസ്. അപ്പോൾ നമ്മൾ ഇനി പറയുന്ന ഈ ടോപ്പിക്കിൽ ഈ ബോഡി ലാംഗ്വേജിൻ്റെയും അല്ലെങ്കിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസും അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ ആൻഡ് റിട്ടൺ മോഡ്സ്. നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കാൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുക. വാക്കാലുള്ളത് മാത്രമല്ല, എഴുതുന്നതും എന്തുതന്നെയാണ്, വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വാക്കാലുള്ളതിനെ നമ്മൾ ഓറൽ എന്നാണ് പറയുക, റിട്ടൺ. അപ്പോൾ വെർബൽ എന്ന് പറയുന്നത് ഓറലും റിട്ടണും കൂടെ കൂടി ചേർന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓറൽ കമ്മ്യൂണിക്കേഷൻ വാവുകൊണ്ട് സംസാരിക്കലാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷനോ എഴുത്തിലൂടെ സംസാരിക്കലാണ്. അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇതിന് രണ്ടിനും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം
വെർബൽ എന്ന് കേൾക്കുമ്പോൾ ഓറലാണെന്ന് വിചാരിക്കരുത്. വെർബൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓറലും റിട്ടണും കൂടെ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോൺ വെർബൽ വാക്കേ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ശരീരം, എന്തെങ്കിലും ആംഗ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം, എന്തെങ്കിലും സിമ്പൽ, ഇതൊക്കെയാണ് നോൺ വെർബൽ വരുന്നത്. നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ ആൻഡ് റിട്ടൺ മോഡൽസ്. Communication is often understood mainly as a verbal communication, but it is also non-verbal as well, as we shall see in the next session. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ വെർബൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ അത് മാത്രമല്ല, അതിൽ നോൺ വെർബൽ കൂടി ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വേർഡ്സ്. അണ്ടർലൈൻ ചെയ്യുക. ദിസ് can occur in the of two modes, oral or written. Oral communication is more natural and spontaneous, and we use the modes of the time most of the time. അധിക സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. A great percentage of our communication is oral communication, but informal situation, written communication is required, and not everyone can communicate effectively in writing. This may be cause of physiological barriers or lack of techniques. We will discuss these barriers effective communication a little later. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓറലും ഉണ്ട്, റിട്ടണും ഉണ്ട്, അതുപോലെ തന്നെ വെർബലും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് എന്തെന്നാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് മോഡ് സെലക്ട് കമ്മ്യൂണിക്കേറ്റിംഗ് എഫക്റ്റീവ്ലി. അപ്പോൾ ഇതിൽ ഏതാണ്, നമ്മൾ ആദ്യം പറഞ്ഞത് ഓറലും റിട്ടണും ആണ്. അതിൽ നമ്മൾ ഓറലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഏത് സമയത്ത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക്. It is important to understand which mode select communicating effectively. Let us first discuss whether oral and written modes are effectively used and what the combination is required. ഓറൽ മെത്തേഡാണോ റിട്ടൺ മെത്തേഡാണോ, അതായത് വെർബൽ മെത്തേഡിൽ ഓറൽ മെത്തേഡും റിട്ടൺ മെത്തേഡും, അതിൽ ഏത് മെത്തേഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, രണ്ടും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഏതാണ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്കുക. വേർ ഈസ് ദ ഓറൽ മോഡ് യൂസ്ഡ്? ഓറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസാരിക്കലാണ്, വാഗുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് ഓറൽ മോഡ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുക? പേഴ്സണൽ ഓതൻറ്റിക്കേഷൻ ഈസ് നീഡഡ് ബിറ്റ്വീൻ ആൻ ഓഫീസർ ആൻഡ് ഹെർ പേഴ്സണൽ സെക്രട്ടറി, എ ജേർണലിസ്റ്റ് ആൻഡ് ഹെർ സോഴ്സ്. അതായത് ഓറൽ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പേഴ്സണൽ ഓതൻറ്റിഫിക്കേഷൻ ഈസ് നീഡഡ്. ഒരു വ്യക്തി തന്നെ നേരിട്ട് വന്ന് പറയൽ ആവശ്യമായാൽ, ഒരു ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വെറുതെ നോട്ട് എഴുതി തന്നാൽ അത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവില്ല അല്ലേ? ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പേഴ്സണൽ ക്ലാസ് എടുക്കൽ മാത്രമല്ല, ഇതിൽ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ സെക്രട്ടറിനെ കാണലും, അതുപോലെ തന്നെ ജേർണലിസ്റ്റ്, ഇവരൊക്കെ എന്താവണം, മന്ത്രി പറയുന്നത് നേരിട്ട് കേൾക്കണം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ, അതായത് പേഴ്സണൽ ഓതൻറ്റിഫിക്കേഷൻ ആവശ്യമുള്ള സമയത്ത് ഓറൽ മെത്തേഡാണ് നല്ലത്, അതായത് സംസാരിക്കലാണ് നല്ലത്, വായ കൊണ്ട് സംസാരിക്കുന്നതാണ് നല്ലത്. സെക്കൻഡ് വൺ, സോഷ്യൽ ഓർ ഗ്രിഗേറിയസ് നീഡ്സ് മസ്റ്റ് ബി മെറ്റ്. എക്സാമ്പിൾ, സ്പീക്കിംഗ് വിത്ത് വിസിറ്റിംഗ് ഡെലിഗേഷൻ. സോഷ്യൽ ഓർ ഗ്രിഗേറിയസ് നീഡ്സ്, അതായത് മീറ്റ് ചെയ്യണം, നേരിട്ട് സംസാരിക്കൽ അത്യാവശ്യമായ ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഗസ്റ്റ് വരിക, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കണം. ജസ്റ്റ് കത്ത് കൊടുത്താൽ പോലെ. ഇപ്പോൾ മന്ത്രിനെ നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ചു, മന്ത്രി നേരിട്ട് വന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കണം. അല്ലാണ്ട് അവിടെ നിന്നിട്ട് ലെറ്റർ കൊടുക്കുകയോ ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന എഴുതി കൊടുക്കുകയോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്ത് തന്നെയാണ്, ഓറലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ബെറ്റർ. വാംത്ത് ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് ആർ കോൾഡ്, ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ടീം ഇൻറ്ററാക്ഷൻ. ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിലോ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻ ആവശ്യമായിട്ട് വരും. ഒരു നേതൃത്വ പാഠത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ വേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഓറലായിട്ട് ഡയറക്റ്റ് വന്ന് സംസാരിക്കുന്ന ഓറൽ മെത്തേഡ് തന്നെ ആണ് യൂസ്ഫുൾ.
Then exactitude and precision are not vitally important. Example, brainstorming for ideas. എക്സാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൃത്യത എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അർത്ഥം വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിച്ചോളാം. എക്സാറ്റിറ്റ്യൂഡ് കൃത്യത, അതുപോലെ തന്നെ precision ആർ നോട്ട് വൈറ്റലി ഇമ്പോർട്ടൻറ്റ്. പ്രസിഷൻ എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ എഴുതി വെക്കേണ്ടത് അത്യാവശ്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. കൃത്യത ആവശ്യമുള്ള സാഹചര്യങ്ങൾ നമ്മൾ വാക്കാൽ പറയുന്നതല്ല, എഴുതുന്നതാണ് നല്ലത് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് നോട്ട് വൈറ്റലി ഇമ്പോർട്ടൻ്റ്, അങ്ങനെ കൃത്യമായി എഴുതി വെച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല, വെർബലി ആണ് നല്ലത്. അടുത്തത് സിറ്റുവേഷൻ ഡിമാൻഡ് മാക്സിമം അണ്ടർസ്റ്റാൻഡിങ്. Example, sorting out of problems, difference between individuals, between two groups such as administration and students. മാക്സിമം അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുള്ള സമയങ്ങളിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അല്ല ഓറൽ കമ്മ്യൂണിക്കേഷനാണ് നല്ലത്, യൂസ്ഫുൾ ആവുക. അപ്പോൾ യൂസ്ഫുൾ ആവുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ മാക്സിമം അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുള്ള സമയത്താണെന്ന് പറയാം. അതായത് കൃത്യമായി മനസ്സിലാക്കണം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാൽ ഡയറക്റ്റ് വന്ന് പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അത് അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് യൂസ്ഫുൾ ആവുന്നത്. ആൻ അറ്റ്മോസ്ഫിയർ ഓപ്പൺനെസ് ഈസ് ഡിസൈഡ് ടോക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. നമ്മളുടെ എതിരുള്ള ആൾ, അതായത് നമ്മുടെ ഓഡിയൻസ്, അവർ എന്താവശ്യം അപ്പം ദ അറ്റ്മോസ്ഫിയർ ഓപ്പൺനെസ് ഡിസൈഡ്. ഓപ്പൺനെസ്, നമ്മുടെ മുന്നിലിരിക്കുന്നവർ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടൺ ആണോ ഓറലാണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓറൽ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ദെൻ ആഡഡ് ഇമ്പാക്റ്റ് ഈസ് നീഡഡ് ഗെറ്റ് എ റിസീവർ ഫോക്കസ്. ചെയർപേഴ്സൺ ഓഫ് എൻ ഓർഗനൈസേഷൻ അഡ്രസ്സിങ് ദി സ്റ്റാഫ്, പ്രസിഡൻഷ്യൽ ഓർ റോയൽ അഡ്രസ് ടു എ നാഷൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അതായത് റിസീവറെ ഫോക്കസ് ചെയ്തിട്ടാണ്, അവരോട് നമുക്ക് നേരിട്ട് പറയേണ്ട കാര്യങ്ങളാണ് എങ്കിൽ ചെയർപേഴ്സണ് ഒരു ഓർഗനൈസിങ് സ്റ്റാഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റോയൽ അഡ്രസ്സ് നടത്തുമ്പോൾ, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് സംസാരിക്കുമ്പോൾ അത് എഴുതി കൊടുക്കുന്നതിനേക്കാൾ, റിട്ടൺ ഫോമിനേക്കാൾ എന്ത് തന്നെയാണ് നല്ലത്, ഓറൽ കമ്മ്യൂണിക്കേഷനാണ് നല്ലത്. When confidential matters are to be discussed, exchange the positive or negative information about the organization or an individual. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ ഓറൽ മെത്തേഡാണ് നല്ലത്. എന്താണ് കോൺഫിഡൻഷ്യൽ? വളരെ രഹസ്യ സ്വഭാവമുള്ള ചില ബിസിനസ്സിൻ്റെ മീറ്റിങ്ങുകളൊക്കെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും. മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് പുറത്തുള്ള മറ്റാളുകളോ ബിസിനസ് സ്ഥാപനങ്ങളോ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ റിട്ടൺ ഫോർമാറ്റിലാവുമ്പം അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് റിട്ടൺ ഫോർമാറ്റ് അല്ലാണ്ട് എഴുതി വെക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ ചില മെസ്സേജുകളൊക്കെ ആകുമ്പോൾ ഒരു തെളിവാണ് മറ്റുള്ളവർക്ക്. നേരെ മറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകുകയെന്ന് പറഞ്ഞാൽ അതിനൊരു തെളിവൊന്നുമില്ല, അത് റെക്കോർഡ് അല്ലെങ്കിൽ തെളിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ അത് എഴുതി വെക്കുന്നതിനേക്കാൾ പറഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് നമുക്ക് പറയാം. ഇനി വേർ ഈസ് ദ റിട്ടൺ മോഡ് ഈസ് യൂസ്ഡ്? എവിടെയാണ് റിട്ടൺ മോഡ് യൂസ്ഫുൾ ആവുക? where the information has to be stored and retrieved. ഒഫീഷ്യൽ റെക്കോർഡ്സ്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അത് വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ അതാണ് അത് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുക, വീണ്ടും ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള ആവശ്യമുള്ള സമയത്ത് നമുക്ക് റിട്ടൺ മോഡാണ് യൂസ് ചെയ്യുക എന്ന് പറയാം. ഇതിനടുത്തത് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ഐഡിയ ആർ ഇമ്പോർട്ടൻറ്റ്. ഡിസിഷൻ ടേക്കൺ ബൈ എ ഗ്രൂപ്പ് ടു ബി ആക്ട് അപ്പോൺ. പറഞ്ഞു പോകുന്നതിന് വലിയ വാലിഡിറ്റി ഒന്നുമില്ല, എന്നാൽ ചില കാര്യങ്ങൾക്ക് അതിന് വാലിഡിറ്റി ഉണ്ടാവണം എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ തീരുമാനമെടുത്ത കാര്യങ്ങൾ ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യമായി വരുമ്പോൾ
അവിടെ നമ്മൾ എഴുതി വെക്കുന്നത്, അതായത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് നല്ലതെന്ന് പറയാം. ദ വെരിഫിക്കേഷൻ ആൻഡ് ഓതൻറ്റിഫിക്കേഷൻ ഓഫ് ആൻ ഐഡിയ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ, പറഞ്ഞ കാര്യങ്ങളെ പിന്നീടൊന്ന് വെരിഫൈ ചെയ്യാനും അതിനെ ഓതൻറ്റിക്കേഷൻ നടത്തേണ്ട ആവശ്യം വേണമെങ്കിൽ എന്താവാം, അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനും നല്ലതാണ്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, മെമ്മോ ഫ്രം എ സുപ്പീരിയർ അബൌട്ട് ദ ന്യൂ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. ഒരു സ്ഥാപനത്തിന് പുതിയൊരു രീതി കൊണ്ടുവരുമ്പം അതിന് മെമ്മോ കൊടുക്കണം. ആ മെമ്മോ കൊടുത്തിട്ട് അതിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അതൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ആ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ആ മെമ്മോ എടുത്തിട്ട് കാണിക്കാൻ പറ്റും. ദെൻ ഒബ്ജക്റ്റീവ് റെഫറൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. റിസർച്ച് ആർട്ടിക്കിൾസ്, ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ. റെഫറൻസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ എന്താവശ്യമാണ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് യൂസ്ഫുൾ ആവുക. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെൻ്റ് ഓർ ഓൾ കമ്മ്യൂണിക്കേഷൻ. ഇനിയും നമ്മൾ സാധാരണ ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് അതിനൊരു അനുബന്ധ രേഖയായിട്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ബുക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് സെക്രട്ടറി, ആ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു ബുക്കിൽ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാകും. ആ മീറ്റിങ്ങിൽ ആരൊക്കെ വന്നു, അവരെ കൊണ്ട് ഒപ്പിടിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, പിരിച്ചുവിട്ട സമയം, കൂടിയ സമയം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. ഇതിനാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയാം. അതെന്താണ്, ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ആ മീറ്റിംഗ് അന്ന് എന്തൊക്കെ നടന്നു എന്ന് ആ മീറ്റിങ്ങിൽ വരാത്ത ആൾക്ക് പോലും അത് വായിച്ചാൽ മനസ്സിലാവും. എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. then crucial decisions and actions to be considered, plans and proposals. വലിയ ഗ്രൂപ്പുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ പ്ലാൻസ് ആൻഡ് പ്രപ്പോസൽസ് ചെയ്യാനുണ്ടാവും. ചില ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വെറുതെ ചുമ്മാ പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല, റിട്ടേൺ ആയിട്ട് തന്നെ അത് എഴുതി വെക്കണം. അപ്പോൾ അവിടെ നമുക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നല്ലത്. then communication is subject to review and reconsideration. goals, performance appraisal. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ തീരുമാനിച്ച് വെക്കാൻ, പെർഫോമൻസ് അപ്രൈസൽ നടത്താൻ, എത്രമാത്രം ചെയ്തു എന്നൊക്കെ അറിയാൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് നല്ലത്. ദെൻ പേഴ്സണൽ പ്രസൻസ് ഈസ് നോട്ട് റിക്വയർഡ്. സർക്കുലേറ്റിംഗ് ലിസ്റ്റ് ഓഫ് ഹോളിഡേയ്സ്, ഓർഗനൈസേഷൻ ചൂസ് ഫ്രം അതർ റൊട്ടീൻ ഗുഡ് വിഷസ് ടു ന്യൂ ഇയർ, ഗുഡ് വിഷസ് അറ്റ് ദി ന്യൂ ഇയർ. ചില കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ പറയണമെന്നില്ല, അത് റിട്ടേൺ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് എന്തിനൊക്കെ യൂസ് ചെയ്യാം, സർക്കുലേറ്റിംഗ് ദി ലിസ്റ്റ് ഓഫ് ഹോളിഡേയ്സ്. നാളെ സ്ഥാപന അവധിയാണ് എന്ന് പറയാൻ അവിടുത്തെ മാനേജർ നേരിട്ട് എല്ലാവരും നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നില്ല, എന്ത് ചെയ്താൽ മതി, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്താൽ മതി, ഓറൽ കമ്മ്യൂണിക്കേഷനില്ല റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുക. അവിടെ അതാണ് യൂസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ടു എക്സ്റ്റെൻഡ് ഹിംസെൽഫ് ഇൻ ദി ടൈം ആൻഡ് സ്പേസ്. എക്സാമ്പിൾ, letter from a company head to all branches in a country around the world. കമ്മ്യൂണിക്കേഷന് ആളെന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടണം എന്ന് നിർബന്ധമില്ലാത്ത കേസുകളിലൊക്കെ എന്ത് ചെയ്യാം, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സമയവും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുൾ ആയിട്ടുള്ള സമയവുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ബോത്ത് മെത്തേഡ് ആർ യൂസ്ഡ്. ഈ രണ്ട് മെത്തേഡും യൂസ്ഫുൾ ആകുന്ന ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ. Many people are expected to carry home ideas. Example, after brainstorming session, individuals or teams are asked to develop the plans. ഒരു ബ്രെയിൻസ്റ്റോമിങ് സെഷനൊക്കെ നടത്തുക, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് നടത്തുക. ആ സമയത്ത് നമുക്കറിയാം ആളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് അത് ഓഡിയൻസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫയലും ഒരു പെന്നൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, കേൾക്കുന്നതോട് കൂടി തന്നെ ചില പോയിൻറ്റ്സുകൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. അതെന്തിനാണ്, പിന്നീട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ രണ്ട് മെത്തേഡും ഒന്നിച്ച് യൂസ് ചെയ്യണമെന്ന് പറയുന്നു. ദ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആർ നെസസറി. എക്സാമ്പിൾ, ആഫ്റ്റർ കൺസൾട്ടീവ് മീറ്റിംഗ്. ഫോളോ അപ്പ് ആക്ടിവിറ്റി ആവശ്യമുള്ള സമയത്ത്, ഇതേപോലെയുള്ള ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അവരെ കൊണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യിപ്പിക്കും, എഴുതി വെപ്പിക്കും. എന്നിട്ടെന്താണ്, പിന്നീട് അതൊരു കൺസൾട്ടേഷൻ നടത്താൻ ഇത് ആവശ്യമാണ്. വെൻ ഒപ്റ്റിമൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് നീഡഡ്, ജോയിൻറ്റ് യുണീക്ക് അബൌട്ട് ദ ഇൻ്റർനാഷണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ്. ചില മീറ്റിങ്ങുകളൊക്കെ
അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞാൽ മാത്രം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അതിൻ്റെ കൂടെ എന്തും ചെയ്യും. ഒരു റിട്ടേൺ ഫോർമാറ്റ് കൂടി നമുക്ക് തരും, അല്ലെങ്കിൽ നമ്മളത് റിട്ടേൺ ആക്കി എഴുതിയെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താവശ്യമാണ്, ഈ രണ്ട് മെത്തേഡും ഒന്നിച്ച് ഉപയോഗിക്കണമെന്ന് പറയാം. വെൻ ബോത്ത് ക്ലാരിറ്റി ആൻഡ് ഇമ്പാക്റ്റ് ഈസ് നീഡഡ്, ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്ഡ് ഇൻ ദി മാർക്കറ്റ്. വ്യക്തമായ ക്ലാരിറ്റി ആവശ്യമുള്ള സമയങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ രണ്ട് മെത്തേഡും ഒന്നിച്ച് യൂസ് ചെയ്യണമെന്ന് പറയാം. ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നതിനെ സംബന്ധിച്ച് പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ മാത്രം പോരാ, അതിനെക്കുറിച്ചൊരു ബ്രോഷർ, ഒരു റൈറ്റിങ്സ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉപയോഗിക്കണം. ദ പ്രസൻറ്റേഷൻ ഈസ് എക്സ്പ്ലോറേറ്ററി. ഒരു എക്സ്പ്ലോറേറ്ററി പ്രസൻറ്റേഷനാണ് എങ്കിൽ, അതായത് എന്തിനെങ്കിലും കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എങ്കിൽ, വെറുതെ എന്തെങ്കിലും പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ച് പോകലല്ല, പഠിക്കേണ്ട ചില കാര്യം. ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ മുന്നിൽ ഒരു പ്രസൻറ്റേഷൻ നടത്താമെന്ന് വിചാരിക്കുക. അവർക്ക് ജസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കുക, പറഞ്ഞു പോകൽ മാത്രം മതിയാവില്ല. അവർക്ക് നോട്ട് എഴുതേണ്ടി വരും, കുറേ കാര്യങ്ങൾ സ്ക്രീനിൽ കാണിച്ച് അത് അവരെ കൊണ്ട് എഴുതിയെടുപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻ. ദ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ഈസ് ഡിസൈർഡ്. ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു ബുക്ക് എടുക്കുക, പേൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. റിട്ടേൺ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും വേണം. When the abstract or remote ideas are to be communicated. Example, a presentation, a science congress, academic conference. വളരെ അത്ര അങ്ങോട്ട് പരിചിതമല്ലാത്തൊരു ആശയത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്കിൽ അവിടെ നമ്മൾ റിട്ടേൺ മെത്തേഡ് ഉപയോഗിക്കണം എന്ന് പറയാം. അപ്പോൾ ഈ സയൻസ് എക്സിബിഷൻ അല്ലെങ്കിൽ സയൻസിനെ കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ ഇതൊക്കെ നടക്കുമ്പോൾ, അതാണ് അവിടെ പറഞ്ഞ പ്രസൻറ്റേഷൻ അറ്റ് എ സയൻസ് കോൺഗ്രസ് ഓർ അക്കാദമിക് കോൺഫറൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, അതായത് ഒരു റിട്ടേൺ ഫോർമാറ്റ് കൂടി ഉപയോഗപ്പെടുത്തുക എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡും യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ആദ്യം ഓരോ മെത്തേഡും യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും, പിന്നീട് ഇത് ഈ പറഞ്ഞ പോയിൻറ്റ്സുകളൊക്കെ നോട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പോയിൻ്റ് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ആ വെർബലിൽ നമ്മൾ ഓറലും വന്നു, റിട്ടണും വന്നു എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ അടുത്ത ഒരു ഭാഗമായ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ നിങ്ങൾ ഈ ഫസ്റ്റ് കാണുന്ന 3 പാരഗ്രാഫ് നിങ്ങൾ നോട്ട് ചെയ്ത് വായിച്ച് തന്നെ പഠിക്കുക. All the communication that conveys the message need not be verbal. We can convey our feeling through a smile, a frown, a silence. എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് ഈ ഒരു മെസ്സേജ് കൂടെ, അതായത് വാക്കിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ വാക്കിലൂടെ ഉള്ളതല്ല എല്ലാ മെസ്സേജും. വെൻ ക്യാൻ കൺവേ, നമുക്ക് കൺവേ ചെയ്യിപ്പിക്കാൻ പറ്റും, നമുക്ക് എന്താ പറയുക, മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കും. എന്ത്? അവർ ഫീലിങ്സ് ത്രൂ എ സ്മൈൽ, ഒരു പുഞ്ചിരിയിലൂടെ. ഓർ എ ഫ്രോൺ. ഫ്രോൺ എന്ന് പറഞ്ഞാൽ കണ്ണിറുക്കുക, നമ്മളിങ്ങനെ കണ്ണുരുട്ടുക എന്ന് പറയാം. കണ്ണുരുട്ടുക, നമ്മൾ ദേഷ്യം പിടിച്ചാലൊക്കെ ഉള്ള ആ ഒരു രീതി. ഓർ സൈലൻസ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ ഒരു സൈലൻസ് പോലും എന്താണ്, കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അർത്ഥം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് നോട്ട് കൺവേർഡ് ത്രൂ ദ വേർഡ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വാക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലാത്തതാണ്. ആൽബർട്ട് മെഹ്റബിയൻ, a professor of psychology, estimates that 50% of the impact of a message is through the non-verbal mode. 55% കമ്മ്യൂണിക്കേഷനിൽ 55% നോൺ വെർബൽ മോഡ് കൂടെയാണ് എന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മേ ബി വിഷ്വൽ ഓർ ഓഡിറ്ററി. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഒരുപാട് കുറേ കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് ഒരൊറ്റ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അല്ലേ. ഒരു സ്മൈലി ഇടാം, അല്ലെങ്കിൽ ഒരു ദേഷ്യം പിടിച്ച ഇമോജി ഇടാം. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് ഓൾറെഡി അവിടെ മനസ്സിലാവുകയാണ്. നമ്മളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കത് ഇഷ്ടമായില്ല എന്നോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നെന്നോ സങ്കടം വന്നെന്നോ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സിമ്പൽ കൊടുത്താൽ തന്നെ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. സിമ്പിൾസ്, സൈൻസ്, സൗണ്ട്, ഐ കോണ്ടാക്റ്റ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി പോസ്റ്റേഴ്സ്, ഗസ്റ്റേഴ്സ്,
ദെൻ ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ്, ഓൾ ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞതെല്ലാം ഉൾപ്പെടുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സൈലൻസ് ടു ഫോൾസ് അണ്ടർ ദ കാറ്റഗറി. നമ്മുടെ സൈലൻസ് പോലും അതിൻ്റെ കാറ്റഗറിയിൽ വരുന്നു എന്നാണ്. ഇൻ ഓൾഡൻ ഡേയ്സ് വെൻ എ കമ്മ്യൂണിക്കേഷൻ മീഡിയ വർ നോട്ട് വെൽ ഡെവലപ്ഡ്. പണ്ട് കാലത്ത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷന് മീഡിയാസ് ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷന് പണ്ട് കാലത്ത് പറഞ്ഞാൽ ഭാഷ പോലും ഇല്ലാത്ത സമയമാണ്. പിന്നെ എന്താ പറയുക, പിന്നീടുള്ള സമയങ്ങളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ പല അടയാളങ്ങളും സിമ്പിൾസൊക്കെ യൂസ് ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ ഇൻ ഓൾഡൻ ഡേയ്സ് പിന്നെ കമ്മ്യൂണിക്കേഷൻ മീഡിയ പറഞ്ഞോട്ട് ഡെവലപ്ഡ്, ഇങ്ങനെ ഡെവലപ്ഡ് അല്ലാത്ത സമയത്ത് അവർ യൂസ് ചെയ്തത് ഡ്രംസ് ആൻഡ് ഫയർ വർ യൂസ്ഡ് ആസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത് ഡ്രമ്മും ഫയറൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിവരം മറ്റുള്ളവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ തന്നെ നമുക്കറിയാലോ, നമ്മൾ ഈ പറ കൊട്ടുക എന്നൊക്കെ പറയും. വലിയ ഒരു ബാൻഡ് പോലെയുള്ള ഒരു സാധനം, അതെന്ത് ചെയ്യുക, അതിങ്ങനെ അടിച്ച് സൗണ്ട് ഉണ്ടാക്കുക. ആദിവാസികളൊക്കെ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രം അവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫയർ യൂസ് ചെയ്യുക. അപ്പോൾ തീയിട്ടാൽ അതിൻ്റെ പുക ഇങ്ങനെ പോവും. അപ്പോൾ മറ്റുള്ള പ്രദേശത്തേക്ക് അത് കാണുമ്പം അവിടെ എന്തോ വിശേഷമുണ്ട്, അവരെന്തോ അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് അതിൽ നിന്ന് കിട്ടുക. People would communicate through the relay in the beating drum. ഡ്രം അടിച്ചിട്ടാണ് അവർ വിവരങ്ങൾ അറിയിച്ചിരുന്നത്. ദർ വർ ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് നോട്ട്സ് ഓഫ് ഡ്രം ബീറ്റ് ആൻഡ് ഡിഫറെൻറ്റ് പർപ്പസ്. ഡ്രം അടിക്കുന്ന സമയത്ത് അതിന് തന്നെ ഒരു താളമുണ്ട്. നീട്ടി അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു മീനിങ്ങും, ചെറുതടിച്ചു കഴിഞ്ഞാൽ അതിനൊരു മീനിങ്ങും എന്നാണ്. ദെൻ സിമ്പിൾസ് ആൻഡ് സൈൻസ് ആർ യൂസ്ഡ് ഫോർ വൺ വേ കമ്മ്യൂണിക്കേഷൻ ഈസ് അഡിക്വേറ്റ് ആൻഡ് എഫക്റ്റീവ്. വേറൊരു മെത്തേഡാണ് സിമ്പിൾസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രം അടിക്കുക, അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതൊരു സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇത് അടയാളങ്ങളാണ് സിമ്പിൾസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് ഇനഫ് ടു ഗീവ് എ പിക്ചർ ഓഫ് എ പെട്രോൾ പമ്പ് ഓർ എ ടെലിഫോൺ ഓർ എ സൈൻ പോസ്റ്റ് ഓഫ് എ ഡ്രൈവർ ഇസ് എ ഹൈവേ ഓൺ എ ഹൈവേ ടു നോ വാട്ട് ഇസ് അവൈലബിൾ നിയർ ബൈ. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഇതേപോലെയുള്ള കുറേ സിഗ്നൽസ് ഉണ്ടല്ലോ, അതായത് പെട്രോൾ പമ്പിൻ്റെയും മറ്റും. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ആ ഡ്രൈവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇന്ന സ്ഥലത്ത് ഇന്നതാണ് എന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കയറി പോകണമല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് വേറെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലുണ്ടെന്ന് എഴുതി വെക്കുക ഒന്നും വേണ്ട. ജസ്റ്റ് ആ ബോർഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോഴേക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. സിമിലർലി എ സ്കൂൾ ബെൽ വേറെ ഒരു സംഗതിയാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. സ്കൂൾ ബെൽ ഗീവ്സ് ആൻ ഇൻഫർമേഷൻ ടു ചിൽഡ്രൻ ടു അസംബിൾ ഓർ ഡിസ്പേഴ്സ്. സ്കൂളിൽ ബെല്ലടിക്കാറുണ്ടല്ലോ അല്ലേ. ആ സ്കൂളിൽ ബെല്ലടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രമ്മിൻ്റെ ഇതുപോലെ തന്നെ ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചത് പിന്നീട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ടെക്നോളജി വളരെ ഡെവലപ്ഡ് ആയെങ്കിലും ഇന്നും നമ്മുടെ ആ ഒരു ശീലത്തിന് മാറ്റം വന്നിട്ടില്ല. ബെല്ലടി എന്ന് പറയുന്നത് എന്താണ്, സ്കൂള് വിടാൻ വേണ്ടിയിട്ടും ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ടും ഓരോ പീരിയഡ് കഴിയുമ്പോൾ സ്മോൾ ആയിട്ടുള്ള ഒരു ബെല്ലായിരിക്കും ഉണ്ടാവുക അല്ലേ. ആ ലോങ് ബെല്ലടിച്ചാൽ നമുക്കറിയാം വിട്ടു എന്നുള്ളത് അല്ലേ. ഇതൊന്നും വേറെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ വന്നു. അപ്പോൾ സ്കൂൾ ബെല്ലും ഇതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഇൻഫർമേഷൻ നൽകുന്നതിനുള്ള ഒരു സൂചകങ്ങളാണ്. ദ ലാംഗ്വേജ് ബാരിയർ ക്യാൻ ഈസിലി ഓവർകം ദ നോൺ വെർബൽ സയൻസ്. ലാംഗ്വേജിൻ്റെ തടസ്സം, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ വളരെ കുറവാണ്. കാരണം പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഡു യു നോ ദീസ് കോമൺ സയൻസ്? ഈ സയൻസുകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ പരിചയമുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കുക അല്ലേ. കുറേ ഇതിൽ മിക്കവാറും എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം ചിലപ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ബാക്കിയെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ അത് ഇന്നതാണ്, അവിടെ ഇന്നത് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ റോഡിൽ മറ്റൊക്കെ കാണുന്ന സിമ്പിൾസാണ്, സയൻസാണ്. ബാക്കി നിങ്ങളിതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. സിമിലർലി കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് വിത്ത് ഗസ്റ്റേഴ്സ്. നമ്മുടെ ശരീരത്തിൻ്റെ ആംഗ്യഭാഷ അത് യൂസ് ചെയ്യാറുണ്ട് കമ്മ്യൂണിക്കേഷന്. അതിനൊരു എക്സാമ്പിളാണ് എ ക്രിക്കറ്റ് അമ്പയർ മേക്ക് ഗസ്റ്റേഴ്സ് ടു എ സ്കോർ ആൻഡ് പ്ലേയേഴ്സ് അബൌട്ട് ദ റൺസ്. ദർ ഇൻ നേച്ചർ ആൾസോ ഡിക്ലെയർ ദം ഔട്ട്. ഒരു ക്രിക്കറ്റ് അമ്പയർ
അദ്ദേഹം സംസാരിക്കുന്നേ ഇല്ല. അദ്ദേഹം എന്താണ് ആക്ഷൻസ് മാത്രമാണ്. ഒരാൾ ഔട്ടാകുമ്പോൾ എന്താണ് കാണിക്കുക, 6 അടിക്കുമ്പോൾ എങ്ങനെയാണ്, 4 അടിക്കുമ്പോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്കോർ എങ്ങനെയാണ്, റൺ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആക്ഷനിലൂടെയാണ് കാണിക്കുന്നത്. അപ്പം അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പം നമ്മളിതുവരെ ചിന്തിച്ചിട്ടില്ല നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇത്ര വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നും എന്ത് തന്നെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് വളരെയധികം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇത് നമ്മൾ കാര്യമായിട്ടൊന്ന് വായിച്ച് പഠിക്കുകയും ചെയ്യണം. അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ അതിൻ്റെ പോയിൻറ്റ്സിൽ മാത്രമായിട്ട് പറയാം. സയൻസ്, അടയാളങ്ങൾ. കൺസിഡർ ദ റോൾ ഓഫ് സിഗ്നൽസ്. ഈ സിഗ്നൽസിൻ്റെ റോളൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എനിബഡി ഹൂ സീസ് ദ റെഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ചുവന്ന ലൈറ്റ് എവിടെയെങ്കിലും കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ വണ്ടി സ്റ്റോപ്പാവും, നമ്മളവിടെ നിർത്തും അല്ലേ. ഒരാൾ വന്ന് നിർത്തുന്നോ, മുന്നിൽ വന്നിട്ട് ചാടി കൈ കാണിക്കുക, ഇതിനൊന്നും ആവശ്യമില്ല. റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നിർത്തണം എന്ന് നമ്മുടെ മൈൻഡ് പറയുന്നു. വെഹിക്കിൾ വിത്തൗട്ട് കോൺഷ്യസ് തോട്ട് ഓൾമോസ്റ്റ് ദ ഡേഞ്ചർ സൈൻ ഓഫ് സ്കൾ. ഡേഞ്ചർ ചിഹ്നം എംബ്ലം നിങ്ങൾക്കറിയാലോ, സ്കളാണ് വിത്ത് ദ 2 ക്രോസ് ബോൺസ്. ഇൻസ്റ്റൻറ്റേനിയസ്ലി കമ്മ്യൂണിക്കേറ്റ്സ് വാർണിംഗ്. അത് തൽക്ഷണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സിമ്പൽ കാണുമ്പോൾ തന്നെ ഒരു അപകടത്തെ നമ്മൾ സൂചിപ്പിക്കുന്നു. ദ വീവിങ് ഓഫ് എ ഗ്രീൻ ഓർ റെഡ് ഫ്ലാഗ് ബൈ റെയിൽവേ ഗാർഡ്. റെയിൽവേ ഗാർഡ് യൂസ് ചെയ്യുന്ന, റെയിൽവേ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന പച്ചക്കൊടി ചുവന്ന കൊടിയും അത് കാണുമ്പോഴേക്ക് നമുക്ക് കാര്യം മനസ്സിലാകും. ഓർ എ സ്റ്റേഷൻ മസ്റ്റ് പാസ് എ ക്ലിയർ മെസ്സേജ് ടു എ ഡ്രൈവർ ആൻഡ് പീപ്പിൾ ഓൺ ദ പ്ലാറ്റ്ഫോം. Then a flyer from a boat is easily to pick up the rescuing plane. ഫ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിലൊക്കെ കാണിക്കുന്ന ഒരു തീയാണ്. അത് പുറപ്പെടാൻ തുടങ്ങുമ്പോഴോ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴൊക്കെ ഈ അടയാളങ്ങളാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽസ് ഒക്കെ നമുക്ക് എന്താണ്, പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളതാണ്. Then symbols. Some symbols are universal and easy to understand. ചില സിമ്പിൾസൊക്കെ യൂണിവേഴ്സലാണ് അല്ലേ. ലോകം മുഴുവൻ അത് അങ്ങനെ തന്നെയാണ്. അത് കണ്ടാൽ തന്നെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ പുറത്ത് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരി, ഒരു എയർപോർട്ടിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നെങ്കിൽ കാണുന്ന സിമ്പിൾസൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് അത് ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്ന സിമ്പിൾസാണ്. അത് ലോകത്തുള്ള ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാവും. ദേ ക്യാൻ പോപ്പുലർ ആൻഡ് കൺവേ ദ സെയിം മെസ്സേജ് ഇൻ ആൾമോസ്റ്റ് ആൾ കൾച്ചേഴ്സ്. എ ഹാർട്ട് സിഗ്നിഫൈസ് ലവ്. ഹാർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ലവിൻ്റെ എംബ്ലമാണ് നമുക്കറിയാം. എ ഡവ് വിത്ത് എ ട്വിങ് ഇൻ ഇറ്റ്സ് ബീക്ക്. പ്രാവ് ഒലീവിൻ്റെ തണ്ട് കടിച്ച് പറക്കുന്നത്, അത്. ദെൻ ഒരു വൈറ്റ് ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു വെള്ളക്കൊടി, ഇതൊക്കെ സമാധാനത്തിന് സൂചിപ്പിക്കും. ലോഗോ ആർ സ്ട്രൈക്കിംഗ്ലി എഫക്റ്റീവ്. അത് ഇത്രയുള്ള ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ലോഗോസ് ഇത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിന് ക്ലിക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇൻ ഇന്ത്യ മൊമെൻ്റ് വൺ സി ദ ഇൻസൈനിയ ഓഫ് 3 ലയൺസ് ആൻഡ് അശോക് ചക്ര ആണ് അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ഗവൺമെൻറ്. എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് ഓഫ് പേപ്പർ, ഒരു ലെറ്റർ നമുക്ക് കിട്ടുന്നു, അവിടെ ഒരു അശോക ചക്രത്തിൻ്റെ അല്ലെങ്കിൽ ആ അശോക സ്തംഭം കൂടെ അതിൽ കാണിക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ആണെങ്കിൽ 2 ആന വന്നിട്ട് നിൽക്കുന്ന ഒരു എംബ്ലം ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. അല്ലാണ്ട് വേറെ ഒന്നും അവിടെ പറയേണ്ട, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ എംബ്ലം ഉപയോഗിച്ചാൽ തന്നെ, ലോഗോ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പം അവിടെ നമുക്ക് ഈ സിമ്പലിന് അത്രയും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളാണ് ചാർട്ട്, ഗ്രാഫ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് വെറുതെ കുറേ സംസാരിക്കുന്നതോടൊപ്പം തന്നെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതേപോലെയുള്ള സിമ്പൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എന്തെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചാർട്ടുകൾ യൂസ് ചെയ്യുക.
എന്നിട്ട് കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ചാർട്ടുകളും പൈ ഡയഗ്രാംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അഡ്വാൻറ്റേജിലൂടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ടോപ്പിക് വരുന്നത് ബോഡി ലാംഗ്വേജ് ആൻഡ് സൈലൻസ്. ഇതും ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. Facial expression is a fundamental contributor to effective communication and sometimes referred as a visible code. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതിനെ എല്ലാറ്റിനെയും കൂടിയാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ക്ലാസ് നമുക്ക് പിന്നീട് ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ എടുക്കാം. വി ടാക്ക് വിത്ത് അവർ വോക്കൽ കോഡ്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വോക്കൽ കോഡ് കൊണ്ടാണ്, അല്ലെ, ശബ്ദം കൊണ്ടാണ്. ബട്ട് വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവർ ടോൺ ഓഫ് വോയിസ്, അവർ ഹോൾ ബോഡി, സേസ് എ സൈക്കോളജിസ്റ്റ്. നമ്മളൊരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിലും നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ മറ്റാളുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ചില ലാംഗ്വേജ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. സ്ട്രെസ്സ് കൊടുത്ത് സംസാരിക്കുന്ന, ചില വാക്കിന് സ്ട്രെസ്സ് കൊടുത്ത് സംസാരിക്കുക, ചില വാക്കിന് സ്ട്രെസ്സ് കൊടുക്കാതെ സംസാരിക്കുക. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ ഏത് വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ടൊരു ന്യൂസ് വൈറലാണ്. കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു പറഞ്ഞാൽ അടിച്ചു ഓടിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതെന്തുകൊണ്ട് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞത് അത്ര വലിയ തെറ്റൊന്നുമില്ല, പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച ഒരു അവസ്ഥ വെച്ച് നമുക്കതിനൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നവും ചില വാക്കുകൾക്ക് സ്ട്രെസ്സ് കൊടുത്താലുള്ള പ്രശ്നവുമാണ്. അദ്ദേഹം വേണ്ടാത്ത ഒരു ലാംഗ്വേജ്, വേണ്ടാത്ത ഒരു ഭാഷ അവിടെ ഉപയോഗിച്ചു, ഒരു വേർഡ് യൂസ് ചെയ്തു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഇയാളുടെ പേരും ഇപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട. അദ്ദേഹം ആ വേർഡ് ആവർത്തിച്ച് സ്ട്രെസ്സ് കൊടുത്തപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് ഇറിറ്റേറ്റഡായി. അതിലെ ഓഡിയൻസ് 1-2 പേര് എഴുന്നേറ്റിട്ട് ആ വാക്ക് നിർത്താൻ പറഞ്ഞു. അയാളത് നിർത്താൻ തയ്യാറായില്ല. അയാളെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു. അയാളെ കാറിൽ നിന്ന് എന്താ പറയുക, മാപ്പ് പറയാണ്ട് വിടില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ഈ അടുത്ത ദിവസം, അല്ലേ, ഇന്നലെ മിനിയാന്നും ഇന്നും അത് വൈറലായിക്കൊണ്ട് ന്യൂസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതിനെ ഒന്ന് നിങ്ങൾ സിമ്പിളായിട്ട് വിട്ട് കളയരുത്. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെയധികം ശ്രദ്ധിക്കുക. ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാം. ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ്. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അത് എങ്ങനെയെങ്കിലും നടത്തിയാൽ പോരാ, ഐ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഐ കോണ്ടാക്റ്റ് ഈസ് നോട്ട് ഐ കോണ്ടാക്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വെൻ വി വാണ്ട് സമൺ അറ്റൻഷൻ, നമുക്ക് ആരുടെയെങ്കിലും ശ്രദ്ധ വേണമെന്നുണ്ടെങ്കിൽ വി സേ വി ആർ ട്രൈങ് ടു ക്യാച്ച് ദെയർ ഐ. അവരുടെ കണ്ണിൽ കണ്ട് നോക്കിയാൽ മതി. കൺവേഴ്സ്ലി, we know that the person we doesn't look at is trying to avoid us. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് സംസാരിക്കാം, ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കാം, വൈഫിൻ്റെ അടുത്ത് സംസാരിക്കാം, പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ പാരൻസിൻ്റെ, ഹസ്ബൻഡിൻ്റെ, കുട്ടികളുടെ, ഫ്രണ്ട്സിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ബോഡി ലാംഗ്വേജ് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് സ്റ്റിക്ക് ദ ഐ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കണ്ണ് സ്റ്റിക്ക് ചെയ്യണമെന്നാണ്. തൊട്ട് ഓപ്പണൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ നമ്മുടെ കൃഷ്ണമണി എന്ത് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യണം എന്നാണ്. എന്നിട്ട് സംസാരിച്ച് നോക്കുക. ഭയങ്കര ബോണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ, ഭയങ്കര അടുപ്പമായിരിക്കും. അങ്ങനെ നിങ്ങൾ കണ്ണിൽ നോക്കാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ, പല ആളുകളും കണ്ണിൽ നോക്കാതെയാണ് സംസാരിക്കുക, മുഖത്ത് നോക്കൂല, അവിടെ ഇവിടെയൊക്കെ നോക്കും. അതിനൊക്കെ പല മീനിങ് ഉണ്ട്. ഒരാളുടെ സംസാരിക്കുന്ന രീതി, അയാൾ എവിടെ നോക്കി സംസാരിക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ അത് നോക്കിയിട്ട് തന്നെ അയാളുടെ സ്വഭാവത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുമെന്നാണ്. ചിലർ മുകളിലേക്ക് നോക്കും, ചിലർ താഴേക്ക് നോക്കും, അല്ലേ, ചിലർ എന്താ പറയുക, വേറെ പല കാര്യങ്ങളിലും മുഴുകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ
ശ്രദ്ധിച്ചിട്ട് സംസാരിക്കുക. ദ ഐ ഹാസ് ബീൻ കാൾഡ് ആസ് എ വിൻഡോസ് ഓഫ് ദ സോൾ. കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിൻഡോസ് എന്നാണ് പറയുക. ദ സീം ടു റിഫ്ലക്റ്റ് അവർ നേച്ചർ. അത് നമ്മുടെ സ്വഭാവം. ശരിക്കും ഒരാളെ വിലയിരുത്താൻ അയാളെ കണ്ണിലേക്ക് ഒരു 3-4 സെക്കൻഡ് നോക്കിയാൽ മതി. അവിടെ നമുക്ക് അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. എ സ്പീക്കർ ഷുഡ് ഓൾവേസ് ലുക്ക് അറ്റ് ദ ലിസണർ. ഒരു സ്പീക്കർ എപ്പോഴും എന്ത് ചെയ്യണം? ലിസണേഴ്സിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. യു ഷുഡ് നോട്ട് ബിക്കോസ് ഓഫ് ഓൺ നെർവസ്നെസ് ലുക്ക് ഡൗൺ ഓർ ലുക്ക് അപ്പ്. എ ഗേസ് ഔട്ട് ഓഫ് എ വിൻഡോസ് വൈൽ ഈസ് സ്പീക്കിംഗ്. സംസാരിക്കുന്ന സമയത്ത് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റായ ഒരു ശീലമായിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളും നിങ്ങളൊന്ന് ഇതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഐസ് ആൻഡ് ഫേസ്, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്റ്റ്, ഈനസ് ടു ടോക്ക്. സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ സംസാരിക്കാൻ ആകൃഷ്ടനാണ്, താല്പര്യമുള്ള ആളാണ്, കോൺഫിഡൻസുള്ള ആളാണെന്ന് മനസ്സിലാക്കാം. ലുക്കിംഗ് എവേ, ഷിഫ്റ്റിംഗ് ഐ കോണ്ടാക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസഗ്രിമെൻ്റ് ആണ്, അദ്ദേഹത്തിന് ക്ഷമയില്ല, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസോണസ്റ്റി, ബഹുമാനം ഇല്ലാത്ത ആളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ലുക്കിംഗ് ഡൗൺ, ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ കണ്ണ് നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് തന്നെയാണ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലിപ്സ്, ടൈറ്റ് ലിപ്സ് ഉണ്ട്, ബൈറ്റിംഗ് ലിപ്സ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന ജൂട്ടിങ് ഔട്ട് ദി ചിൻ, റബ്ബിങ് ഓൺ ഐസ്, കണ്ണ് തിരുമ്പുക, ഓപ്പൺ പാംസ്, ഫുഡ് ടാപ്പിംഗ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത പോയിൻ്റ് വരുന്നത് പോസ്ചറാണ്. പോസ്ചർ എന്ന് പറയുന്നത്, പോസ്ചർ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ലേണിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് സ്വിങ്ങിങ് ദി ലെഗ്സ്, റെസ്റ്റിംഗ് ഹെഡ് ബാക്ക്വേർഡ്സ്, റീക്ലൈനിങ് ദി ചെയർ ഓൺ സ്വിവലിംഗ് ടു ഫ്രീക്വൻ്റ്ലി ഓർ പ്ലേഫുള്ളി. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം വെക്കുന്ന രീതിയാണ്, അതെങ്ങനെ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ബാക്കോട്ട് ചാരി ഇരിക്കുക, അല്ലെങ്കിൽ സീറ്റുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ചെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവിടെ നമ്മൾ ഇരിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതും എന്തിനെ ബാധിക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബോഡി ലാംഗ്വേജ് ആണ് അത്. ദെൻ ഡിസ്റ്റൻസ്, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഡിസ്റ്റൻസ്. ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഈസ് യൂഷ്വലി ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളെന്തായാലും വലിയൊരു ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേജിൽ നിന്നിട്ട് താഴെയുള്ളവർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നു, അവിടെ ഓൾറെഡി ഡിസ്റ്റൻസ് ഉണ്ട്. അതല്ലാത്ത കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് ഡിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ചൊരു ഇഡിയം തന്നെയുണ്ട്, ടു കീപ്പ് സമ്മൺ ആംസ് ലെങ്ത്. ഒരു കൈ അകലത്തിൽ നിൽക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, അയാളുടെ കൈ അകലത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യണം. എന്തിനാണ് അങ്ങനെ പറയാം? നമ്മൾ അത് ഒരു എന്താ പറയുക, അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പറയാം അല്ലേ. എന്നാൽ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുണ്ട്. അത് ഒരു റൂളാണ്. ടെൽ അസ് എ മോർ ഡിസ്റ്റൻസ് വീക്കർ ദ റിലേഷൻഷിപ്പ്. The study of the human use of a space within the context culture is called പ്രോക്സിമിക്സ്. ഇതിനെക്കുറിച്ചൊക്കെ തിയറി ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓരോ വ്യക്തിയോടും സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര അകലത്തിൽ നിന്ന് സംസാരിക്കണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് തോളിൽ കൈയിട്ട് സംസാരിക്കാം അല്ലേ. ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കൈ പിടിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അറിയാത്ത ഒരാളടുത്ത് നമ്മൾ എങ്ങനെ നിൽക്കണം, ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് എങ്ങനെ നിൽക്കണം, ഇതിനൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ എത്ര അകലത്തിൽ നിന്ന് സംസാരിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമുണ്ട്. ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് എഡ്വേർഡ് ടി ഹാൾ ഡിഫൈൻഡ് 3 kinds of പേഴ്സണൽ സ്പേസസ് ഈസ് അറൗണ്ട് ഇൻഡിവിജ്വൽസ്. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് 3 കണ്ടെക്സ്റ്റ് 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻറ്റിമേറ്റ് സ്പേസും, സോഷ്യൽ കൺസൾട്ടേറ്റീവ് സ്പേസും, പബ്ലിക് സ്പേസും.
ഇത് മൂന്നിൻ്റെയും അളവ് വ്യത്യാസമുണ്ട്. എത്ര അടുത്തെന്ന് നമുക്ക് സംസാരിക്കാം. ഇൻറ്റിമേറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഏറ്റവും അടുത്തുനിന്ന് സംസാരിക്കാൻ സാധിക്കും. സോഷ്യൽ കൺസൾട്ടേറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് ഇൻ വിച്ച് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ കണ്ടക്ടിങ് റൊട്ടീൻ സോഷ്യൽ ഇൻറ്ററാക്ഷൻ വിത്ത് അക്വൈൻറ്റൻസ് വെൽ ആസ് സ്ട്രേഞ്ചേഴ്സ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ ഇതിൻ്റെ തിയറിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താം. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ റൂൾസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇഷ്ടമാവും. ദെൻ പബ്ലിക് സ്പേസ്, അത് കുറച്ചുകൂടി പബ്ലിക്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അടുത്ത് ചെന്നിട്ടോ ഒന്നുമല്ല, നമുക്കറിയാത്ത ജനങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശരിക്കൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ പാർട്ട് 2 ആക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മറ്റേതൊരു വലിയ വീഡിയോ ആയിട്ട് മാറുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം ഇതിൻ്റെ പാർട്ട് 2 നെക്സ്റ്റ് ക്ലാസ്സായിട്ട് ഞാൻ ഇടാം. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് ബൈ.